കെനിയയിൽ വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചവരിൽ മലയാളികളും മരിച്ച 6 പേരിൽ ഒറ്റപ്പാലം തിരുവല്ല മാവേലിക്കര സ്വദേശികളും ഖത്തറിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അജിത് ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജിത്ത്, ഈ അപകടം എപ്പോഴായിരുന്നു, ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായത്. ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വലിയ വാഹനം പൂർണ്ണമായും തകരുന്ന രീതിയിലുള്ള അപകടമാണ് ഉണ്ടായത്. ഈ അപകടത്തിൽ പ്രധാനമായും കേരളത്തിൽ നിന്നും ഗോവയിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 27 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായത്. ഖത്തറിൽ നിന്നാണ് ഇപ്പോൾ പാലക്കാട് സ്വദേശികളായിട്ടുള്ള 2 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരും 4 പേർ കുടുംബമായി ഖത്തറിലാണ് താമസിക്കുന്നത്. അതിൽ റിയ, അതുപോലെ തന്നെ ടൈറ, അതായത് റിയ 41 വയസ്സാണ്. റിയയുടെ അങ്ങനെ 2 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. റിയയുടെ ഭർത്താവായിട്ടുള്ള ജോയലിനെയും മകനായിട്ടുള്ള ട്രാവൽസിനെയും പ്രാദേശികമായ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം അത്രയും വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായത്. എത്ര പേർക്ക് ഏത് നിലയിലൊക്കെയാണ് പരിക്ക് എന്നുള്ള കാര്യം പൂർണ്ണമായും അറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നിരവധി ആളുകൾ ഇപ്പോൾ പല ആശുപത്രികളിലായി ചികിത്സയിലാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗോവ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ആളുകൾ കൂടി ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ കാര്യത്തിൽ ഏത് തരത്തിലാണ്, എങ്ങനെയാണ് അപകടം ഉണ്ടായതിന്റെ ഒരു പൂർണ്ണമായ വിവരം വന്നിട്ടില്ലെങ്കിലും നിലവിൽ മനസ്സിലാക്കുന്നത് നിയന്ത്രണം വിട്ട് ഈ വാഹനം, അതായത് 27 പേർ സഞ്ചരിച്ച ഈ ടൂറിസ്റ്റ് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇത്തരത്തിൽ മനസ്സിലാക്കുന്നത്. അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള കുടുംബങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അതിൽ പാലക്കാട് നിന്നുള്ള കുടുംബത്തിന്റെ വിവരങ്ങളാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പുറത്തു വരാനുണ്ട്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായത്. ടൂറിസ്റ്റുകളായി ഇവിടേക്ക് കാണാൻ വേണ്ടി യാത്ര തിരിച്ച സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ പാലക്കാട്ടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഖത്തറിലാണ് താമസം. അവിടെ നിന്ന് ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി യാത്ര പോയതാണ്. ആ യാത്രയിൽ വെച്ചിട്ടാണ് ഇത്രയും വേദനാജനകമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ലോകത്ത് എവിടെയാണെങ്കിലും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഒരു കൂട്ടം ടൂറിസ്റ്റുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. എവിടെ നിന്നുള്ള ആളുകളാണെന്നുള്ള പൂർണ്ണമായ വിവരം ഈ ഘട്ടത്തിലും പുറത്തു വന്നിട്ടില്ല. ഏതാണെങ്കിലും വലിയ തരത്തിൽ വേദന ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച്. ഒരു പിഞ്ചു കുഞ്ഞും അതോടൊപ്പം തന്നെ 2 സ്ത്രീകളും ഉൾപ്പെടെ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായുള്ള വിവരങ്ങൾ ഏതാണെങ്കിലും ലഭ്യമാകേണ്ടതുണ്ട്. മറ്റൊരു കുട്ടിയും ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പൂർണ്ണമായ വിവരങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായി ആരൊക്കെയാണ് മരണപ്പെട്ടത്, ആരുടെയൊക്കെ നിലയാണ് ഗുരുതരമെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതാണെങ്കിലും വലിയ തരത്തിലൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അഖില, കെനിയയിൽ വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്ന വാർത്തയാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.